നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ലക്ഷ്യ KPCC ലീഡർഷിപ്പ് സമ്മിറ്റിൻ്റെ ഒന്നാം ദിനത്തിലെ പ്രധാന ചർച്ചകളൊക്കെ പൂർത്തിയായി. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മീറ്റിംഗ് അല്പസമയത്തിനകം ആരംഭിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭ തിരിച്ചുള്ള ജില്ല സോൺ വൈസിൽ ജില്ല തിരിച്ച് നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ച് വിജയിച്ച ലോക്കൽ ബോഡിയെയും പരാജയപ്പെട്ട ലോക്കൽ ബോഡിയെയും ആഴത്തിൽ പരിശോധിച്ച ഒരു വിലയിരുത്തലുണ്ടായി. SIRമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇതുവരെ സ്വീകരിച്ച കാര്യങ്ങളും ഇനി അങ്ങോട്ട് സ്വീകരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഉള്ള ഒരു മാർഗരേഖ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ആലോചനകളും ഒക്കെ ഉണ്ടായി. എല്ലാവരും ഇതൊരു 3 സോണായി തിരിച്ച് സെൻട്രൽ സോണിന് വർക്കിംഗ് പ്രസിഡൻസി AP അനിൽകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ നേതാക്കന്മാരും, മലബാർ സോണിൽ ശ്രീ ഷാഫി പറമ്പിലും, സൗത്ത് സോണിൽ എൻ്റെയും, ഞങ്ങളെല്ലാം അതിനെ ഈ ഡിസ്കഷനെ കോർഡിനേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. എല്ലാ നേതാക്കന്മാരും ഒരേ ഉത്തരവാദിത്വത്തിലാണ് ഈ ഡിസ്കഷൻസിൻ്റെ എല്ലാം ഭാഗമായത്. നമ്മളതിനെ കോർഡിനേറ്റ് ചെയ്തു, ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. നല്ല നിലയിൽ വളരെ പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു ഭരണമാറ്റം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ 2026 കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ആത്മവിശ്വാസം ഒന്നാം ദിന ചർച്ചകൾ കഴിയുമ്പോൾ ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യ 2026, മിഷൻ 2025 പോലെ തന്നെ വലിയ രീതിയിലുള്ള വിജയം കോൺഗ്രസിനും UDFനും ഉണ്ടാകാൻ കഴിയുന്ന രീതിയിലുള്ള ആത്മവിശ്വാസമാണ് എല്ലാവരും പ്രകടിപ്പിച്ചത്. ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയങ്ങളും ചില സ്ഥലങ്ങളിലെ പരാജയങ്ങളൊക്കെ വിലയിരുത്തി. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരങ്ങൾ, അതൊട്ടനവധി വിഷയങ്ങൾ ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ ജനവികാരമുണ്ട്. ആ ജനവികാരം ഏറ്റെടുത്തുകൊണ്ട് നടത്തേണ്ട സമരങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായി. അതൊക്കെ ക്രോഡീകരിച്ച് അതുമായി ബന്ധപ്പെട്ട ഫൈനൽ കാര്യങ്ങൾ നാളെ KPCC പ്രസിഡൻറ്റും അതുപോലെ പ്രതിപക്ഷ നേതാവും സൂചിപ്പിക്കും. പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും തീരുമാനിച്ച കാര്യം, ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പിന്തുണ അത് അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ ശക്തമായ രീതിയിൽ ഗവൺമെൻറ്റിനെതിരെയുള്ള ജനവികാരത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള തീരുമാനമാണ് ഇന്നത്തെ ചർച്ചകളിലൊക്കെ ഉണ്ടായത്. അതോടനുബന്ധിച്ച് എടുക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഇന്ന് രാത്രി PSC ഇപ്പോൾ കൂടുന്നുണ്ട്. അത് കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്രോഡീകരണം ഉണ്ടാവും. നാളെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നാളത്തെ സമ്മേളനത്തിൽ സംസാരിക്കും. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ഇന്ന് സംസാരിക്കാത്തവർ പലരുമുണ്ട്. അവർ നാളെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും പങ്കെടുക്കും. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാമ്പിൻ്റെ ഒന്നാം ദിവസം പിന്നിടുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളത്. പാർട്ടി എല്ലായിടത്തും ഒറ്റക്കെട്ടായി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ പരാജയം മാത്രമല്ല ജയവും പഠിക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള അവലോകനമാണ്. അതിനെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കേരളത്തിനൊരൊറ്റ യൂണിറ്റായിട്ടാണ് ജനങ്ങൾ കണ്ടത്. പഞ്ചായത്തിലും ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലുമെല്ലാം UDFന് വലിയ മുൻതൂക്കം നൽകുന്ന തരത്തിൽ അവർ വോട്ട് ചെയ്യാൻ കാരണമായത് തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ ഇലക്ഷനായി ജനങ്ങൾ അതിനെ കണ്ടതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അതിന് കാരണമായത് ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ, കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ, ആ ജനകീയ പ്രശ്നങ്ങളും ഇന്ന് ചർച്ചയുടെ ഭാഗമായിട്ട് വന്നു.
ആ ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കണം UDFൻ്റെ ഇടപെടലുകളെന്ന് പ്രതിനിധികൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംഘടനാ കാര്യങ്ങളും ജനകീയ പ്രശ്നങ്ങളും ചർച്ചയായിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തോടെ തെല്ലു അഹങ്കരിക്കാതെ അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് കടക്കാതെ കഠിനാധ്വാനം ചെയ്ത് ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടാനുള്ള കരുത്താണ് ക്യാമ്പിന്റെ ചർച്ചകളെല്ലാം നൽകുന്നത്. അതിനെയാണല്ലോ ഞങ്ങൾ കാലത്ത് പറഞ്ഞത്. അത് കഴമ്പില്ല എന്നുള്ളത് അറിയാവുന്നതാണല്ലോ, സർക്കാരിനും അറിയാം, സർക്കാരിന് നേതൃത്വം നൽകുന്നവർക്കൊക്കെ അറിയാം അതിൽ കഴമ്പില്ല. കഴമ്പില്ലാത്ത കാര്യം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഇളക്കം ഉണ്ടാക്കുക. ഞാനൊരു കാര്യം പറയാം, ഇതുകൊണ്ടൊന്നും സർക്കാർ പുനർജനിക്കുമെന്ന് അവർ കരുതേണ്ടതില്ല.